ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ചീസ് ബാസ്ക്കറ്റ് വിത്ത് സാലഡ്. ചീസ് ബാസ്ക്കറ്റ് വിത്ത് സാലഡ് ഇന്നത്തെ റെസിപ്പി. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്റ്റാർട്ടർ പോലെ കൊടുക്കാൻ പറ്റിയതാണ്. ആദ്യം തന്നെ നമ്മൾ സാലഡിനുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുത്തേക്കുവാണ്. നമ്മൾ കുക്കുംബർ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പർപ്പിൾ ക്യാബേജ് എടുത്തിട്ടുണ്ട്, പിന്നെ ലെറ്റസ് ലീവ്സ് എടുത്തിട്ടുണ്ട്, ഒണിയന്, പിന്നെ നമ്മുടെ നാരങ്ങ, ചെറുനാരങ്ങ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മൾ ഈ ചീസ് ബാസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പർപ്പിൾ ക്യാബേജ് ഒന്ന് ഇതുപോലെ നൈസായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അതും നമ്മൾ ചീസും വെച്ചിട്ടാണ് നമ്മൾ ചീസ് ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാബേജ് ഇതുപോലെയാണ് നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തേക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ്. ചീസ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അത് മെൽറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചേക്കുവാണ്. അത് ഒന്ന് മെൽറ്റായിട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ബാസ്ക്കറ്റ് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചീസ് ചെറുതായിട്ട് മെൽറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ക്ലിയറാക്കി എടുക്കുന്നുണ്ട്. സൈഡിലുള്ള ചീസൊക്കെ ഒന്ന് അടുപ്പിച്ച് വെച്ചിട്ട് നമ്മളത് മെൽറ്റ് ആവാനായിട്ട് ഒരു 3-4 മിനിറ്റ് കൊണ്ട് അത് ശരിക്കും മെൽറ്റായിട്ട് വരും. തീ ഒത്തിരി കൂട്ടിയിടരുത്. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ പർപ്പിൾ ക്യാബേജ് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മളത് പ്രസ്സായിട്ട് നമ്മുടെ ചീസ് മെൽറ്റാകുമ്പം നമ്മുടെ ക്യാബേജും അതിൻ്റെ കൂടെ ഇങ്ങനെ കോട്ട് ചെയ്ത് ഇരുന്നോളും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് മെൽറ്റായി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് തീ ഓഫാക്കി ഇടുകയാണ് ചെയ്യേണ്ടത്. തീ ഓഫാക്കിയിട്ടിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളതൊരു ബാസ്ക്കറ്റ് പോലെ ആക്കിയെടുക്കുവാണ്. അപ്പോൾ ഈ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ റെഡിയാക്കുന്ന സാലഡ് നിറയ്ക്കുന്നത്. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കിട്ടും ഇത്. ഇനി ഇത് നമ്മൾ ഒരു ഗ്ലാസ് ഇങ്ങനെ കമഴ്ത്തി വെച്ചേക്കുവാണ്. അതിലേക്ക് നമ്മളിതൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കമഴ്ത്തി ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ഒരു ബാസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ നമുക്കത് കിട്ടും. ഇനി ഞാനിതെടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ചീസൊക്കെ മെൽറ്റ് ചെയ്ത് അതൊരു ബാസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിന് ശേഷം നമ്മൾ അത് ഒരുപോലെ ഇങ്ങനെ അല്പമായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിങ്ങനെ പുറത്തേക്ക് പോരും. അപ്പോൾ നല്ല ഭംഗിയിലുള്ള ഒരു ബാസ്ക്കറ്റായിട്ട് ചീസ് ബാസ്ക്കറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് നേരം കൂടെ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ബലത്തിലിരുന്നോളും. ഒട്ടും ഇങ്ങനെ താളന്ന് പോവില്ല. അപ്പം നമ്മുടെ ബാസ്ക്കറ്റ് ഇനി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കും. ഇനി നമുക്ക് സാലഡ് ഡ്രസ്സിങ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾക്ക് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, ഒരു ഗാർലിക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ നമ്മുടെ തക്കാളി ഒന്ന് അരിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ അതിൻ്റെ ഉള്ളിലെ പാർട്സ് മാത്രം എടുത്ത് അത് നമ്മൾ മല്ലിയിലയുടെ കൂടെ നമ്മൾ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുവാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തക്കാളിയുടെ ഉള്ളിലുള്ള ആ പാർട്സ് നമ്മൾ അരച്ചെടുക്കുകയും മറ്റേ പുറത്തുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് സാലഡ് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് പിന്നെ അത് ഒരു ഗ്രേവി പോലെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പ്, പിന്നെ ഒലിവ് ഓയിൽ, പിന്നെ നമുക്ക് കുരുമുളക് പൊടി, ഇതൊക്കെയാണ് നമ്മൾ ഡ്രസ്സിങ്ങിനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാനിവിടെ കുറച്ച് സ്പൈസസ്, അതായത് ഇറ്റാലിയൻ സ്പൈസസ് ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയിൽ ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ആ തക്കാളിയുടെ ഉള്ളിലുള്ള ആ വാട്ടർ കണ്ടൻറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഗ്രേവി പോലെ കിട്ടും. അപ്പോൾ നമ്മുടെ സാലഡ് ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തു ചെറുതായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. കുറച്ച് ഒണിയനും എടുത്തിട്ടുണ്ട്. ഒണിയൻ ഇത്തിരി നാരങ്ങ നീര് പിഴിഞ്ഞ് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സാലഡ് ഡ്രസ്സിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ സാലഡ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ്. വേറെ ഒരു പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ഡ്രസ്സിങ്സ് ഒന്നും ഇടാത്തത് കൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാലഡ് ഡ്രസ്സിങ്ങിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ ഫാറ്റ് കണ്ടൻറ്റൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന സാലഡായിട്ട് നമുക്കിത് ഈവനിങ്ങിൽ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയൊരു സാലഡാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും നമ്മുടെ ഡ്രസ്സിങ് ആക്കിയതിന് ശേഷം
ഇനി നമ്മുടെ ചീസ് ബാസ്ക്കറ്റ് ഉണ്ടാക്കിയത് അതിലേക്ക് ഇത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചീസ് ബാസ്ക്കറ്റോട് കൂടി നമ്മളത് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ചീസിൻ്റെ കിട്ടുകയും ചെയ്യും. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ട് നമുക്കിത് ഈവനിങ്ങിൽ കഴിക്കാവുന്നതാണ്. ചീസിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയായിട്ട് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിത് റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമ്മുടെ ചീസ് ബാസ്ക്കറ്റ് ഞാൻ ഒരെണ്ണം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതും കൂടെ റെഡിയാക്കിയിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിനകത്ത് എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. പിന്നെ കുക്കുംബർ ഫുള്ളായിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാരറ്റ്, ഒണിയൻ, പിന്നെ ലെറ്റസ് ലീവ്സ് ഇതൊക്കെയാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ഒരു ചീസിൻ്റെ ഒരെണ്ണം കൂടെ ബാസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്കിത് ചീസ് ബാസ്ക്കറ്റിലേക്ക് ഫില്ല് ചെയ്ത് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഒരാൾക്ക് ഒരു ചീസ് ബാസ്ക്കറ്റ് കഴിക്കാൻ പാകത്തിന്. അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതായത് ചീസിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പം നല്ലൊരു ഫ്ലേവറാണ്. അത് ചീസോട് കൂടി നമ്മൾ വെജിറ്റബിൾസ് കടിച്ച് അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഞാനൊരു ചീസ് ബാസ്ക്കറ്റും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്, സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ബാസ്ക്കറ്റിലേക്ക് നമ്മുടെ സാലഡ് എല്ലാം നിറയ്ക്കുവാണ്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബാസ്ക്കറ്റാണ് ഇത്. നമ്മൾ ആ വെജിറ്റബിൾസിൻ്റെ കൂടെ അങ്ങ് കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഞാനിത് ഒരെണ്ണം ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ പിന്നെ ഒരു എക്സ്ട്രാ ഫ്ലേവറിന് ഞാൻ കുറച്ച് ചീസ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഞാൻ കുറച്ച് ബ്ലൂബെറിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്സും കൂടെ കിട്ടുമ്പം നല്ലൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞാനിത് കുറച്ച് ചീസ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് മുകളിലോട്ട്. അതുകൂടാതെ നമ്മുടെ ബ്ലൂബെറി ഇവിടെ നല്ല ബ്ലൂബെറി ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഇട്ടു. പിന്നെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് നമ്മുടെ പർപ്പിൾ ക്യാബേജും കൂടെ ഇട്ട് ഇതിനെ ഒരു കളർഫുള്ളാക്കി വെക്കുന്നുണ്ട്. നമുക്ക് ഒരു ഫങ്ഷനൊക്കെ നടക്കുമ്പോൾ ഒരു സ്റ്റാർട്ടർ പോലെയൊക്കെ വെക്കാവുന്നതാണ്. നല്ല ഭംഗിയാണ്. കുറേ ഇങ്ങനെ ഉണ്ടാക്കി ഒരുപോലെ വെച്ച് കഴിയുമ്പോൾ കാണാനും നല്ല രസമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചീസ് ബാസ്ക്കറ്റുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാം ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വെറുതെ ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ വെരി ഈസിയാണ്. അത് നമുക്ക് ഫ്രിഡ്ജിലങ്ങ് വെച്ച് കൊടുത്താൽ മതി, നല്ല സ്റ്റിഫായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം ഇങ്ങനെയുണ്ട് നമ്മുടെ ഈ വെറൈറ്റി ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? വീഡിയോ കാണുന്ന എല്ലാവർക്കും മിനി താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണേ. ഞാനിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ആട്ടോ ഇടുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, ഒരു കമൻ്റൊക്കെ ഇടാൻ ഓർക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരാം.